പ്ലീസ് ഹെൽപ്പ് ഹെൽപ്പ്. ആരാണ് സംസാരിച്ചത്? പ്ലീസ് പ്ലീസ് എന്നെ രക്ഷിക്കൂ. ഇതെന്താ? പെയിന്റിംഗ് സംസാരിക്കുകയാണല്ലോ. എന്തുപറ്റി? രാത്രി ഐസ്ക്രീം കഴിച്ചോ? ഹാലൂസിനേഷൻ. ഗെറ്റ് ഔട്ട്. ഭൂതം! ഇത് ഭൂതമാണ്! ഓടൂ! ഭൂതം! അല്ല, ക്രൗൺ അപ്രത്യക്ഷമായോ? ഗുഡ് മോർണിംഗ് സർ. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ട്രിപ്പിൾ റോൾ സമോസയും ചീസ് ബേസ്റ്റ് റോളും കൊണ്ടുവന്നിട്ടുണ്ട്. താങ്കളും ട്രൈ ചെയ്യൂ. നിങ്ങളുടെ ബുദ്ധിയും കറങ്ങി തെളിയും. എന്റെ ബ്രെയിൻ സമോസയിൽ നിന്നല്ല, ചോദ്യങ്ങളിൽ നിന്നാ കറങ്ങുന്നത്. ഓഹോ സർ, കോഡ് റെഡ് ഡിറ്റക്റ്റീവ് ഐക്യു സൊസൈറ്റിയുടെ ലെറ്റർ മൊമെന്റ് ആയിരിക്കുന്നു. ഡിയർ ഡിറ്റക്റ്റീവ് മെഹുൽ, നാഗ്പൂർ ആർട്ട് ഗാലറിയിൽ രാത്രിയിൽ ഒരു വിചിത്രമായ സംഭവം ഉണ്ടായിരിക്കുന്നു. ഒരു പെയിന്റിംഗ് ലേഡി ഇഷാര ഓഫ് ഇൻഡിഗോ വാലി സംസാരിക്കുകയാണ്. ഗാലറിയിലെ ഗാർഡ്സ് പാനിക്കായി ഓടിപ്പോയി. കൂടാതെ ഈ കെയോസിൽ ഒരു പ്രൈസ്ലെസ് ആർട്ടിഫാക്ട് ദി ഡയമണ്ട് പീകോക്ക് ക്രൗൺ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ചിലർ പറയുന്നത് ഇത് ഗോസ്റ്റ് ആക്ടിവിറ്റി ആണെന്നാണ്, ചിലർ ഇല്യൂഷൻ ആണെന്നാണ് പറയുന്നത്. നമുക്ക് താങ്കളുടെ ലോജിക്കിന്റെ ആവശ്യമുണ്ട്. സർ, പെയിന്റിംഗ് സംസാരിക്കുന്നു. ഒരു നിശബ്ദമായ പെയിന്റിംഗ് പോലും എനിക്ക് പേടിയാണ്. ആലിയ, ഭൂതങ്ങൾ സംസാരിക്കില്ല, ആളുകൾ അവയെ സംസാരിപ്പിക്കുന്നു. പെയിന്റിംഗ് സംസാരിച്ച സമയത്ത് ക്രൗണും അപ്രത്യക്ഷമായി. അതിനർത്ഥം someone used the talking painting as distraction. ശരിയല്ലേ സർ? ലോജിക്കൽ ആർമി, ഒരു പെയിന്റിംഗ് രാത്രി സംസാരിക്കുന്നു, ക്രൗണും മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൽ എത്രത്തോളം ലോജിക്കും എത്രത്തോളം മാജിക്കും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കാം. ഡിറ്റക്റ്റീവ്, പ്ലീസ്, ഈ ഗാലറി കേഴ്സ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സർ, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പെയിന്റിങ്സ് ഒക്കെ ഡേഞ്ചറസ് ആണ്. രാത്രിയിൽ ഇതൊക്കെ സ്വയം വീഴുന്നു. സർ, ഇതൊക്കെ ഗോസ്റ്റ് പുഷ് ചെയ്തതായിരിക്കും. ഇതിൽ ഒരു പെയിന്റിങ്ങിന് എന്തോ കുഴപ്പമുണ്ട്. എന്താ നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ ഏത് പെയിന്റിങ്ങിലാണ് ആ കുഴപ്പമുള്ളതെന്ന്? ഈ പെയിന്റിംഗ് ശ്രദ്ധിച്ചു നോക്കൂ. ഇതല്പം വളഞ്ഞതാണ്. അതിനർത്ഥം ആരോ ഇത് നീക്കുവാൻ ശ്രമിച്ചു. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ആ പെയിന്റിംഗ്, അതിനടുത്തേക്ക് പോകരുതേ. സർ, ഈ പെയിന്റിംഗ് നിങ്ങളെ തന്നെ നോക്കുക. ഭൂതമാണ് സർ. ഇൻട്രസ്റ്റിംഗ്. ലോജിക്കൽ ആർമി, ഇവിടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ക്ലൂസ് ഉണ്ട്. അത് നമ്മൾ മുന്നേയും കണ്ടതാണ്. എന്താണെന്ന് പറയൂ. മുൻപ് കണ്ട അതേ ഫിംഗർ പ്രിന്റ്സ്. ഇതിനർത്ഥം ഈ പെയിന്റിംഗും നീക്കുവാൻ ശ്രമിച്ചുവെന്നാണ്. പക്ഷേ എന്തുകൊണ്ട്? സർ, ഇത് കുറച്ച് വിയേർഡാണ്. 2 പെയിന്റിങ്സിൽ ഫിംഗർ പ്രിന്റ് ഉണ്ട്, ബട്ട് അവിടെ ഒന്നുമില്ല. എന്തിനാണ് ആരെങ്കിലും പെയിന്റിങ്ങുകളിൽ തൊടുന്നത്? ഇത് ഫ്രഷ് പ്രിന്റ്സ് ആണ്. ഇതിലൊരു ഡേർട്ടും ഇല്ല. സർ, ഈ പെയിന്റിങ്സ് തൊടുവാൻ ആർക്കും അനുവാദം നൽകിയിട്ടില്ല. പക്ഷേ സർ, ഇപ്പോൾ ഈ പെയിന്റിംഗ് സംസാരിക്കുന്നില്ലല്ലോ. എന്താ, ഈ പെയിന്റിങ്സ് രാത്രിയിൽ മാത്രമേ സംസാരിക്കൂ എന്നാണോ? നമുക്ക് ഇന്ന് രാത്രി വന്ന് നോക്കാം. സർ, ഇപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. ഇതൊരു സ്കാം പെയിന്റിംഗ് ആണെന്ന് തെളിഞ്ഞിരിക്കുന്നു. സ്ഥിതി വളരെ വ്യത്യസ്തമായി തോന്നുന്നു. ഡിറ്റക്റ്റീവ് മെഹുൽ, പ്ലീസ് പെട്ടെന്ന് വരൂ. നമ്മുടെ മ്യൂസിയത്തിലെ പെയിന്റിംഗ് സംസാരിക്കുകയാണ്. മറ്റൊരു ആർട്ട് പീസും മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സർ, ഇവിടെയും അതേ ശബ്ദം തന്നെയാണ്. പെയിന്റിംഗ് സംസാരിക്കുന്നു. ക്രൗൺ പോലെ തന്നെ ഒരു ആന്റിക് വാസും അപ്രത്യക്ഷമായിരിക്കുന്നു. സർ, എനിക്ക് തോന്നുന്നത് ഈ ഗോസ്റ്റ് ഇപ്പോൾ മൾട്ടി ടാസ്കിംഗ് മോഡിലാണെന്നാണ്. ഇവിടെയും പെയിന്റിംഗ്. വരൂ.
സർ, നാഗ്പൂരിലെ ഭൂതം ഇൻഡസ്ട്രി ബൂമിംഗ് ആണ്. സർ, ഇവിടെ നോക്കൂ, ഇത് റിയൽ ലൈഫ് ഹൊറർ ഷോ പോലെ തോന്നുന്നുണ്ട്. ലോജിക്കൽ ആർമി, എനിക്ക് മനസ്സിലായി ഏത് പെയിന്റിംഗ് ആ രാത്രി ശബ്ദമുണ്ടാക്കിയതെന്ന്. എന്താ നിങ്ങൾക്കും അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞോ? സെയിം ഫിംഗർ പ്രിന്റ്സ് ഈ പെയിന്റിംഗിന്റെ അടുത്തുള്ള വോളിലുമുണ്ട്. എന്താ ഈ പെയിന്റിംഗ് രാത്രി സംസാരിച്ചിരുന്നുവോ? അതെ സർ. എന്നാൽ താങ്കൾക്ക് അതെങ്ങനെയാണ് മനസ്സിലായത്? ലോഹ, ടീന, പ്ലാസ്റ്റിക്, മെഹുൽ സർ, ഫാന്റാസ്റ്റിക്. എനിക്ക് ഓൾമോസ്റ്റ് മുഴുവൻ കേസ് മനസ്സിലായി. ആലിയ, ഇതാണ് എന്റെ ധാരണ. കള്ളൻ വിചാരിക്കുന്നത് ഗെയിം അവന്റെ കയ്യിലാണെന്നാണ്. എന്നാൽ എനിക്ക് അവന്റെ മുഴുവൻ കഥയും മനസ്സിലായി. വരും, നിനക്ക് മനസ്സിലാക്കി തരാം. മോഷണത്തിന് മുൻപ് പാതിരാത്രിക്ക് കള്ളൻ ആർട്ട് ഗാലറിയിലേക്ക് കടക്കുന്നു. ആദ്യം അയാൾ വോളിൽ നിന്ന് ശരിക്കുള്ള പെയിന്റിംഗ് എടുത്തു മാറ്റുന്നു. എന്നിട്ട് അതേ സ്ഥാനത്ത് അതുപോലെ തോന്നിക്കുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് പെയിന്റിംഗ് വയ്ക്കുന്നു. ഡ്യൂപ്ലിക്കേറ്റ് പെയിന്റിംഗ് കാണുവാൻ ഒറിജിനൽ പെയിന്റിംഗ് പോലെ തന്നെയാണ്. അതേ നിറം, അതേ സൈസ്, അതേ ആർട്ട്. പക്ഷേ യഥാർത്ഥ ഗെയിം മറഞ്ഞിരിക്കുന്നത് അതിന്റെ ഫ്രെയിമിനുള്ളിലാണ്. ഒരു ചെറിയ സ്പീക്കർ, ഒരു ബ്ലിങ്ക് ചെയ്യുന്ന ലൈറ്റ്, പിന്നെ പെയിന്റിംഗിലെ കണ്ണുകൾ ചെറുതായി ചലിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ചെറിയ മോട്ടോർ. പിന്നെ കള്ളൻ ഒരു ചെറിയ ബട്ടൺ അമർത്തുന്നു. ഉടനെ പെയിന്റിംഗിൽ നിന്ന് ശബ്ദവും വരുവാൻ തുടങ്ങുന്നു. പ്ലീസ് ഹെൽപ്പ്, ഹെൽപ്പ്. ഫ്രെയിമിനകത്തുള്ള ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുവാനും തുടങ്ങുന്നു. ഇതൊക്കെ കണ്ട് ഗാർഡ്സ് ഭൂതമാണെന്ന് വിചാരിക്കുന്നു. പേടിച്ച് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് ഓടിപ്പോകുന്നു. ഇതായിരുന്നു കള്ളന്റെ പെർഫെക്റ്റ് മൊമെന്റ്. റൂം എംപ്റ്റി ആകുന്നതോടെ കള്ളൻ യഥാർത്ഥ കാര്യത്തിലേക്ക് കടക്കുന്നു. അതൊരു കിരീടമായാലും വെയ്സ് ആയാലും അല്ലെങ്കിൽ അതൊരു വിലയേറിയ ജ്വലായാലും അയാൾ ഒരു പ്രത്യേക ഉപകരണം ഉപയോഗിച്ച് കേസ് തുറന്ന സാധനം സുരക്ഷിതമായി തന്റെ ബാഗിൽ വയ്ക്കുന്നു. ആരെങ്കിലും എത്തുന്നതിന് മുൻപ് അയാൾ ആ ഡ്യൂപ്ലിക്കേറ്റ് പെയിന്റിംഗ് മാറ്റി ഒറിജിനൽ പെയിന്റിംഗ് തിരിച്ചു വയ്ക്കുന്നു. എന്നിട്ട് ഫ്രെയിം അല്പം വൃത്തിയാക്കുന്നു. പിന്നെ എല്ലാം വീണ്ടും നോർമലായി കാണുവാൻ തുടങ്ങുന്നു. എന്നിട്ട് കള്ളൻ ഇരുട്ടിലേക്ക് അപ്രത്യക്ഷമാകുന്നു. ആലിയ, ഇങ്ങനെയാണ് ഈ മോഷണങ്ങളൊക്കെ നടക്കുന്നത്. സർ, താങ്കൾ ജീനിയസ് ആണ്. ഇനി കള്ളനെ എങ്ങനെ പിടികൂടാമെന്ന് പ്ലാനിങ് ചെയ്യാം. കള്ളൻ ഒരു പക്ഷേ പെയിന്റിംഗ് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പെയിന്റിങ്ങിന് പിന്നിൽ ഒളിച്ചിരുന്ന് അവനെ പിടിക്കാൻ കഴിയുമല്ലോ. പെയിന്റിങ്ങിന് പുറകിൽ? ആലിയ, നീ ഡിറ്റക്റ്റീവ് ആണോ അതോ മ്യൂസിയം എക്സിബിറ്റ് ആണോ? സർ, അവൻ ഭൂതമായി മോഷണം ചെയ്യുകയാണെങ്കിൽ നമ്മളവനെ ഒരു പെയിന്റിംഗ് ആയി മാറി പിടിക്കും. ആക്ച്വലി ഐഡിയ മോശമല്ല. ആദ്യത്തെ മോഷണം നടന്നത് ലൈൻ 6-ലാണ്, രണ്ടാമത്തേത് നടന്നത് ലൈൻ B12-ൽ, മൂന്നാമത്തേത് ലൈൻ C18-ൽ. അപ്പോൾ നാലാമത്തേത് എവിടെയായിരിക്കും? സർ, ലെറ്റർ 1-ൽ നിന്ന് 1-ലേക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്, 6-ാം നമ്പറിൽ നിന്ന്. അപ്പോൾ അടുത്ത മോഷണം നടക്കുന്നത് D24-ൽ. വളരെ കറക്റ്റ്. അപ്പോൾ ആലിയ, നിന്റെ പ്ലാൻ റെഡിയാക്കാം. സർ, D24-ൽ ഭൂതം കൂടുതൽ ഫാൻസിയായി മാറിയിരിക്കുന്നു. റോയൽ 1. സർ, പ്ലീസ് വേഗം അകത്തേക്ക് വരൂ. നമ്മൾ സ്റ്റാഫ്സിനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമേ ഇതിനുള്ളിലെ മിസ്റ്ററി സോൾവ് ചെയ്യുവാൻ കഴിയൂ. അതെ, വരൂ. സർ, കള്ളൻ ഏത് പെയിന്റിംഗ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്? എത്ര വലിയ ഹോളാണിത്. ഇത് നമ്മുടെ രാത്രിയിലെ ആദ്യത്തെ പസിലാണ്. എന്താ നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ കള്ളൻ ഏത് പെയിന്റിംഗ് ആണ് റീപ്ലേസ് ചെയ്യുന്നതെന്ന്? ഈ പെയിന്റിംഗ് ഡയമണ്ട് ക്രൗണിന് അടുത്താണ്. കള്ളൻ ഇതിനടുത്തുള്ളവരെ ഭയപ്പെടുത്തും. വരുവാലിയ, ഇതാണ് പെയിന്റിംഗ്. സർ, നിങ്ങൾ ഇവിടെ ഫിറ്റ് ആകില്ല. ആലിയ, ഞാനല്ല, നീയാണ് ഇവിടെ ഫിറ്റ് ആകാൻ പോകുന്നത്. നിന്റെ യോഗ പോസസ് ഇന്ന് ഉപകാരപ്പെടും. സർ. അതെ, നിന്റെ ടിഫിൻ ഇല്ലാതെ. സർ, ഞാൻ ആ കേട്ടന്റെ പുറകിൽ ഒളിച്ചിരിക്കാം. റെഡി ആയിക്കോളൂ ആലിയ. മിഷൻ ടോക്കിംഗ് പെയിന്റിംഗ് കള്ളന്മാരെ നമ്മൾ ഇന്ന് ഉറപ്പായും പിടികൂടും. ഞാൻ ക്രൈം ഫൈറ്റിങ്ങിന് വേണ്ടി ആസനാസ് ചെയ്യുകയാണെന്ന് അറിയുകയാണെങ്കിൽ എന്റെ യോഗ ടീച്ചർ തീർച്ചയായും പ്രൗഡാകും. ആലിയ, ഓർക്കുക, കള്ളൻ പെയിന്റിംഗിൽ ടച്ച് ചെയ്യുമ്പോൾ മാത്രം ആക്ഷൻ, അതിനു മുൻപല്ല. ഓക്കെ സർ, ബട്ട് അവൻ എന്റെ ടിഫിൻ ടച്ച് ചെയ്താൽ ഞാൻ ആദ്യമേ ആക്ഷൻ എടുക്കും. ബോസ്, പിടിക്കപ്പെടില്ലല്ലോ. റിലാക്സ്.
ഞാൻ ഫ്രെയിം മാറ്റിയ ഉടനെ നീ പ്ലേ അമർത്തുക. പറഞ്ഞത് കേട്ടല്ലോ. ഗോസ്റ്റ് സംസാരിക്കും, ഗാർഡ് ഓടിപ്പോകും, ക്രൗണുമായി നമ്മൾ പോവുകയും ചെയ്യും. ഡൺ ബോസ്. ലോജിക്കൽ ആർമി, ഇറ്റ്സ് കിക്ക് ടൈം. വാട്ട്? ബോസ്, ഉരുളക്കിഴങ്ങ് ആക്രമണമോ? ക്രൈം സീനിൽ എവിഡൻസ് വീഴുമോ അതോ സമോസയോ? ഇന്ന് രണ്ടും വീഴാൻ പോകുന്നു. ഗോസ്റ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ജയിൽ ഷിഫ്റ്റ് സ്റ്റാർട്ട്. ഹെൽപ്പ് മീ, ഹെൽപ്പ് മീ. സർ, ഇതാണ് ഇവരുടെ ടോക്കിംഗ് പെയിന്റിങ്ങിന്റെ റിമോട്ട്. ബോസ്, പ്ലാൻ ഫ്ലോപ്പായി. കള്ളൻ ആലിക്ക് നേരെ പാഞ്ഞെടുക്കുന്നു. ഇതാ പിടിച്ചോ, ചട്നി സ്പെഷ്യൽ. താങ്ക് ഗോഡ്, ഇൻഷുറൻസ് കമ്പനിയുടെ പണം എന്തായാലും ലാഭിച്ചിരിക്കുന്നു. നമ്മൾ പെയിന്റിങ്ങിനെ സംസാരിപ്പിക്കുന്നു, ബാക്കിയെല്ലാം ബോസാ ചെയ്യുന്നത്. ഇൻട്രസ്റ്റിംഗ് കൺഫെഷൻ, കൂടാതെ ലോജിക്കലും. ഇനി നിങ്ങൾ രണ്ടുപേരും കൂടി മുഴുവൻ സ്റ്റോറിയും പറയും. ഫിസിക്സ് പറയുന്നത് ജോലി പോലെ തന്നെ സ്ലിപ്പും. സർ, വേറൊരു കള്ളനോ? ഇവർ രണ്ടുപേരും പെയിന്റിംഗ് സെറ്റപ്പ് ടീമായിരുന്നു. യഥാർത്ഥ മാസ്റ്റർ മൈൻഡ് പുറത്തുനിന്ന് എല്ലാം ട്രിഗർ ചെയ്യുകയായിരുന്നു. സർ, മാസ്റ്റർ മൈൻഡ് ഓടിപ്പോയിരിക്കുന്നു. ഗേറ്റിന് പുറത്ത് മെഹുൽ 3 ഓപ്ഷൻ കാണുന്നു. തിളങ്ങുന്ന റെഡ് കാർ, ഒരു സ്പോർട്സ് ബൈക്ക്, പിന്നെ ഒരു ഓൾഡ് സൈക്കിൾ. നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ മെഹുൽ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യുമെന്ന്? ലോജിക്കൽ ആർമി, ടൈം കുറവാണ്, കള്ളൻ ഫാസ്റ്റുമാണ്. എനിക്ക് 3 ഓപ്ഷൻസ്. ഞാൻ ഏത് ചൂസ് ചെയ്യും? കാറിന്റെ ടയർ നോക്കൂ, പൂർണ്ണമായും ഫ്ലാറ്റ് ആണ്. ബൈക്ക് നോക്കൂ, താക്കോലും അതിലുണ്ട്, ഹെൽമറ്റും ഉണ്ട്. സൈക്കിളിന്റെ ചെയിൻ ലൂസാണ്, ബെൽ തൂങ്ങിക്കിടക്കുകയുമാണ്. വളരെ കറക്റ്റ്, ബൈക്ക്. ഈ ഡിറ്റക്റ്റീവ്സ് വളരെ സ്പീഡിലാണല്ലോ. അവൻ തിളങ്ങുന്ന ഗ്ലാസ് മാർബിൾസ് റോഡിലേക്ക് എറിയുന്നു. മാർബിൾസ് റോഡിൽ പിങ് പിങ് ചെയ്ത് കറങ്ങുവാൻ തുടങ്ങുന്നു. മെഹുലിന്റെ ബൈക്കിന്റെ ടയറുകൾ അതിന്റെ മേൽ കയറുവാൻ തുടങ്ങിയപ്പോൾ മെഹുൽ ക്ലച്ചും ബ്രേക്കും പതുക്കെ അമർത്തി ബൈക്കിനെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൺട്രോൾ ചെയ്യുന്നു. മാർബിളിന്റെ സൈഡിലൂടെ ഒരു ക്ലിയർ പാതയുണ്ടാക്കി അതിലൂടെ കടന്നു പോകുന്നു. സ്ലിപ്പറി സർഫേസ്, സ്പീഡ് ഡൗൺ, ഫിസിക്സ് പ്ലസ് കൺട്രോൾ, നോ സ്കിഡ്. സഹോദര, ഇത് റിയൽ ലൈഫ് സ്റ്റണ്ട് ഷോ ആണ്. മുന്നോട്ടുള്ള വഴി 3 ഡയറക്ഷനിൽ സ്പ്ലിറ്റ് ആകുന്നുണ്ട്. ലെഫ്റ്റ്, അത് മെയിൻ മാർക്കറ്റിലൂടെയാണ് പോകുന്നത്. അവിടെ ഒരു പോലീസ് പോസ്റ്റ് ഉണ്ടാകാം. സ്ട്രെയിറ്റ്, ഹൈവേയിലൂടെയാണ് പോകുന്നത്. അവിടെ CCTVയും ടോൾ ബൂത്തും ഉണ്ട്. മൂന്നാമത് റൈറ്റ്, അതൊരു ഓൾഡ് റിവർ സൈഡ് ബ്രിഡ്ജ് ആണ്. വളരെ കുറച്ച് ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ. ലോജിക്കൽ ആർമി, കള്ളൻ ഏത് വഴിയിലൂടെ ആയിരിക്കും പോകുന്നത്? കൂടുതൽ ആളുകളും പോലീസും ഉള്ളിടത്ത് കൂടിയോ അതോ ഇരുട്ടായതും കുറച്ച് ആളുകൾ ഉള്ളിടത്ത് കൂടിയോ? എക്സാക്ട്ലി, കള്ളൻ ഇരുട്ടാണ് ചൂസ് ചെയ്തത്. ഡിറ്റക്റ്റീവ് ഷോർട്ട് കട്ട്. രക്ഷപ്പെട്ടു. ഡിറ്റക്റ്റീവ് വളരെ പുറകിലായി. നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നു? ഞാൻ ഓൾവേസ് ഒരു ചുവട് മുന്നിലാണ്. നിൽക്കൂ, ഞാൻ ചാടും, എന്നിട്ട് വെള്ളത്തിലൂടെ നീന്തി രക്ഷപ്പെടുകയും ചെയ്യും. അതൊക്കെ ശരി. ബ്രിഡ്ജിന്റെ താഴെ വെള്ളമുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം ചെക്ക് ചെയ്യ. അയ്യോ, ഇത് ശൂന്യമാണല്ലോ. പെയിന്റിംഗ് കള്ളൻ പിടിക്കപ്പെട്ടിരിക്കുന്നു. വെൽ ഡൺ ലോജിക്കൽ ആർമി.